ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 2027 ബാച്ചിലേക്ക് അസിസ്റ്റന്റ് കമാൻഡ് ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ അവസാനിക്കുന്ന തീയതി 2025 ജൂലൈ 23-നാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. അപേക്ഷകൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പോസ്റ്റുകൾ അസിസ്റ്റന്റ് കമാൻഡ് ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രായം 2026 ജൂലൈ 1 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ജനറൽ ഡ്യൂട്ടിക്കാണെങ്കിൽ 21 മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാം. അതായത് 2001 ജൂലൈ 1-നും 2005 ജൂൺ 30-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടെക്നിക്കൽ പോസ്റ്റിലേക്കാണെങ്കിൽ 21 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 2001 ജൂലൈ 1-നും 2005 ജൂൺ 30-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ്, ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ സർവീസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC നോൺ ക്രിമിലെയർ വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ബാധകമാണ്. ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ജനറൽ ഡ്യൂട്ടി നോക്കാം. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. 12ാം ക്ലാസ് വരെ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമയ്ക്ക് ശേഷം ഗ്രാജുവേഷൻ നേടിയവർക്കും അപേക്ഷിക്കാം. പക്ഷേ ഡിപ്ലോമയിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ഉൾപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് ബ്രാഞ്ച് ടെക്നിക്കൽ ആണ്. അതിൽ മെക്കാനിക്കൽ ആണെങ്കിൽ നേവൽ ആർക്കിടെക്ചർ, മെക്കാനിക്കൽ, മറൈൻ, ഓട്ടോമോട്ടീവ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, മെറ്റലർജി, ഡിസൈൻ, എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എന്നിവയിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് എന്നിവയിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ 2 പോസ്റ്റുകളിലേക്കും 12ാം ക്ലാസ് വരെ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് വേക്കൻസീസ് നോക്കാം. ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ ആകെ 140 ഒഴിവുകളാണ്. അതിൽ SC 25, ST 24, OBC 35, EWS 10, ജനറൽ 46 ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ടെക്നിക്കൽ ആണെങ്കിൽ ആകെ 30 ഒഴിവുകളാണ് വരുന്നത്. ഇതിൽ SCക്ക് 3 ഉണ്ട്, STക്ക് 4, OBC 8, EWS 2, ജനറൽ 13. അങ്ങനെ ആകെ ഒഴിവുകൾ 170 ആണ്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. സെലക്ഷൻ പ്രോസസ് 5 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതിൽ സ്റ്റേജ് 1 എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. പരീക്ഷയിൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും. ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 നെഗറ്റീവ് മാർക്കും ലഭിക്കും. എക്സാം ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. ചോദ്യപേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി പറയുന്ന വിഷയങ്ങളിൽ നിന്നായിരിക്കും. അതായത് ഇംഗ്ലീഷ് 25 ചോദ്യങ്ങൾ, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 25 ചോദ്യങ്ങൾ, ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യങ്ങൾ, ജനറൽ നോളജ് 25 ചോദ്യങ്ങൾ. ഇങ്ങനെയായിരിക്കും. 1ാം ഘട്ടത്തിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. സ്റ്റേജ് 2 വരുന്നത് പ്രിലിമിനറി സെലക്ഷൻ മോഡാണ്. അതായത് സ്റ്റേജ് 1-ൽ തെരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഘട്ടത്തിലേക്ക് ക്ഷണിക്കുക. നോയിഡ, ഗോവ, ചെന്നൈ, കൊൽക്കത്ത, ഷില്ലോങ് അല്ലെങ്കിൽ ഗുവാഹത്തി, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് എക്സാം സെന്റേഴ്സ് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് കോഗ്നിറ്റീവ് ബാക്ടറി ടെസ്റ്റ്, പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ് എന്നിവ ഉണ്ടാകും. ഇതൊരു ക്വാളിഫൈങ് നേച്ചർ ഉള്ള ഒരു ഘട്ടം മാത്രമാണ്. ഈ ഘട്ടത്തിൽ ഫോട്ടോ, ബയോമെട്രിക് വെരിഫിക്കേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവ നിർബന്ധമാണ്. അപ്പൊ സ്റ്റേജ് 3 വരുന്നത് ഫൈനൽ സെലക്ഷൻ ബോർഡാണ്. സ്റ്റേജ് 2 വിജയിക്കുന്നവർക്ക് ഈ ഘട്ടത്തിലേക്കുള്ള അറിയിപ്പ് ലഭിക്കും. നോയിഡയിലെ കോസ്റ്റ് ഗാർഡ് സെലക്ഷൻ ബോർഡിൽ വെച്ച് 4 മുതൽ 5 ദിവസങ്ങളിലായിട്ടാണ് ഇത് നടക്കുക. ഇതിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക്, ഇന്റർവ്യൂ എന്നിവ ഉൾപ്പെടും. സ്റ്റേജ് 4 വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് 5 ഇൻഡക്ഷൻ വരുന്നത്. അതായത് സ്റ്റേജ് 4 വിജയിച്ച് അഖിലേന്ത്യാ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് പരിശീലനത്തിനായി പ്രൊവിഷണൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലഭിക്കും. സ്റ്റേജ് 1, സ്റ്റേജ് 3 എന്നിവയിലെ മാർക്കുകൾ അടിസ്ഥാനമാക്കിയാണ് അഖിലേന്ത്യാ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ പരിശീലനം ലഭിക്കും. പരിശീലനത്തിനായി പ്രവേശനത്തിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് 2026 ഡിസംബർ 27 ആയിരിക്കും. ഓരോ ഘട്ടത്തിന്റെയും ഫലം ICG വെബ്സൈറ്റിൽ അപേക്ഷകന്റെ ലോഗിൻ അക്കൗണ്ട് വഴി ലഭ്യമാകും. സ്റ്റേജ് 1 ഓൺലൈൻ പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം 30 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നോക്കാം.
joinindiancoastguard.cdsc.in എന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഓപ്ഷനുകൾ കൊടുക്കുന്ന കാര്യമാണ്. ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ ബ്രാഞ്ചുകൾക്ക് യോഗ്യതയുള്ളവർക്ക് രണ്ടിനും അപേക്ഷിക്കാം. ഇതിനായിട്ട് ഓപ്ഷൻ 1, ഓപ്ഷൻ 2 എന്നിവ നൽകണം. അപ്പോ ഓപ്ഷൻ 1 മാത്രമേ സ്റ്റേജ് 1 റിസൾട്ടിനും അതേപോലെ സ്റ്റേജ് 2 ഷോർട്ട് ലിസ്റ്റിലും പരിഗണിക്കൂ. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മാത്രമേ ഓപ്ഷൻ 2 പരിഗണിക്കുകയുള്ളൂ. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. സ്റ്റേജ് 1 ഓൺലൈൻ അപേക്ഷയോടൊപ്പം നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ജൂണിന് ശേഷം എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഫോട്ടോയിൽ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ ഒപ്പ്, ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതിന് 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും. ദെൻ തിരിച്ചറിയൽ രേഖ, ദെൻ നിലവിൽ കോസ്റ്റ് ഗാർഡിലോ മറ്റ് സർക്കാർ സേവനങ്ങളിലോ ജോലി ചെയ്യുന്നവരാണെങ്കിൽ NOC അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഉയരത്തിൽ ഇളവ് ആവശ്യമുള്ളവരാണെങ്കിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സ്റ്റേജ് 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10ാം ക്ലാസ് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും, 12ാം ക്ലാസ് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഡിപ്ലോമ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും, ദെൻ ഡിഗ്രി അല്ലെങ്കിൽ PG സെമസ്റ്റർ തിരിച്ചുള്ള മാർക്ക് ഷീറ്റുകൾ, ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അവസാന വർഷ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ വെബ്സൈറ്റിൽ ലഭ്യമായ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് കം അണ്ടർടേക്കിംഗ് അപ്ലോഡ് ചെയ്യണം. കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് അപ്ലോഡ് ചെയ്യുക. സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ NOCയും അപ്ലോഡ് ചെയ്യണം. അപേക്ഷാ ഫീസ് വരുന്നത് SC/ST വിഭാഗക്കാർക്ക് ഒഴികെ എല്ലാ കാൻഡിഡേറ്റ്സിനും 300 രൂപയാണ് ഫീസ് വരുന്നത്. ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടുള്ളത്. ഫീസ് കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. സ്റ്റേജ് 1 പരീക്ഷയ്ക്കായിട്ട് 5 എക്സാം സെന്റേഴ്സ് മുൻഗണനാ ക്രമത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിലവിലെ താമസ സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്ററിനുള്ളിലുള്ളതായിരിക്കണം. അസിസ്റ്റന്റ് കമാൻഡന്റ് 2027 ബാച്ചിനായുള്ള പരീക്ഷയുടെ താൽക്കാലിക സമയക്രമമാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കേഡർ ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ സ്റ്റേജ് 1 എക്സാമിനേഷൻ വരുന്നത് 2025 സെപ്റ്റംബർ 18, സ്റ്റേജ് 2 2025 നവംബർ, സ്റ്റേജ് 3 2026 ജനുവരി മുതൽ 2026 ഒക്ടോബർ, സ്റ്റേജ് 4 വരുന്നത് 2026 മാർച്ച് മുതൽ 2026 ഏപ്രിൽ വരെ, സ്റ്റേജ് 5 2026 ഡിസംബർ. നെക്സ്റ്റ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റേജിലുമുള്ള അഡ്മിറ്റ് കാർഡുകൾ എപ്പോൾ ലഭ്യമാവുമെന്ന് വെബ്സൈറ്റിൽ അറിയിക്കും. അതിനാൽ കാൻഡിഡേറ്റ്സ് വെബ്സൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതിനായിട്ട് ഇമെയിൽ അറിയിപ്പുകളൊന്നും ലഭിക്കില്ല. അതുപോലെ തന്നെ സ്റ്റേജ് 1 എക്സാമിന് 10 ദിവസം മുമ്പ് പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ലോഗിനിൽ കാണാൻ സാധിക്കും. എക്സാം സെന്റേഴ്സിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പ് മാത്രമേ ലഭ്യമാകൂ. ഇത് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കും അയച്ചു തരും. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേജ് 1 പരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡിന്റെ കളർ പ്രിന്റ് ഔട്ട്, അതേപോലെ അപേക്ഷാ ഫോമിൽ അപ്ലോഡ് ചെയ്ത അതേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 എണ്ണം, അപേക്ഷയിൽ നൽകിയ യഥാർത്ഥ ഫോട്ടോ ID കാർഡ് അതായത് തിരിച്ചറിയൽ രേഖ, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിന്റെ 3 എണ്ണം കരുതുക. അതായത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ 3 എണ്ണം കയ്യിൽ വെച്ചിരിക്കുക. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ട്രെയിൻ അല്ലെങ്കിൽ ബസ് ടിക്കറ്റ്, അതേപോലെ തന്നെ ക്യാൻസൽ ആക്കിയ ചെക്ക് ലീഫ്, വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത TA ഫോം എന്നിവ കൂടി കരുതുക. അപ്പൊ സ്റ്റേജ് 2 എക്സാമിന് വേണ്ടി വരുന്നവരാണെങ്കിൽ ഓൺലൈൻ അപേക്ഷയുടെ 2 കോപ്പികൾ, അഡ്മിറ്റ് കാർഡിന്റെ 2 കോപ്പികൾ, അതേപോലെ അപേക്ഷയിൽ നൽകിയ അതേ 2 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും കരുതുക. നെക്സ്റ്റ് സ്റ്റേജ് 3 ആണ്. ഫൈനൽ സെലക്ഷൻ ബോർഡ് പരീക്ഷയ്ക്കുള്ള ഡോക്യുമെന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേജ് 2 സാക്ഷ്യപ്പെടുത്തിയ ഓൺലൈൻ അപേക്ഷയും അഡ്മിറ്റ് കാർഡും കൂടാതെ ഫൈനൽ സെലക്ഷൻ ബോർഡ് കോൾ ലെറ്ററും, നെക്സ്റ്റ് 10ാം ക്ലാസ് 12ാം ക്ലാസ്സിലെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ഷീറ്റുകളും, ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് കൂടാതെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അപേക്ഷയിൽ നൽകിയ അതേ ഫോട്ടോ ID പ്രൂഫ് അതായത് തിരിച്ചറിയൽ രേഖ, പിന്നെ 6 മാസത്തിൽ കൂടാതെ എടുത്ത സ്വഭാവ സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, നെക്സ്റ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ് ബാധകമാണെങ്കിൽ അത്, അതേപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് OBC SC/ST EWS എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളത്, പിന്നെ നിലവിൽ സർക്കാർ ജോലി ഉള്ളവരാണെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആവശ്യമാണ്.
അപ്പോൾ സ്റ്റേജ് 4 മെഡിക്കൽ എക്സാമിനേഷൻ സമയത്ത് സ്റ്റേജ് 3 അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട്, അതേപോലെ അപേക്ഷയിൽ നൽകിയ യഥാർത്ഥ ഫോട്ടോ ID കാർഡ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേജ് 5 ആണ്. പരിശീലന സമയത്ത് ഉണ്ടായിരിക്കേണ്ട രേഖകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടായിരിക്കണം, കോസ്റ്റ് ഗാർഡ് എന്നുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അതേപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ഷീറ്റുകളുടെയും ഒറിജിനലുകളും ഫോട്ടോ കോപ്പീസും, അതേപോലെ തന്നെ ID പ്രൂഫ്, അതേപോലെ ഓൺ റിസ്ക് സർട്ടിഫിക്കറ്റ്, മാർഷൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ്, പ്രിവെൻഷൻ ഓഫ് റാഗിംഗ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉള്ള എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഹൈറ്റ് കുറഞ്ഞത് 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. വെയിറ്റ് ഹൈറ്റിനും പ്രായത്തിനും ആനുപാതികമായിരിക്കണം. 10% വരെ വ്യത്യാസം അനുവദിക്കും. അതേപോലെ ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഹിയറിംഗ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കണം. അതായത് പിന്നെ ഹൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജനറൽ ഡ്യൂട്ടി കണ്ണടയില്ലാതെ 6/6, 6/9, കണ്ണട ഉപയോഗിച്ച് 6/6, 6/6. ടെക്നിക്കൽ ആണെങ്കിൽ, ടെക്നിക്കൽ പോസ്റ്റിനാണെങ്കിൽ കണ്ണടയില്ലാതെ 6/36, 6/36, കണ്ണട ഉപയോഗിച്ച് 6/6, 6/6 ആയിരിക്കണം. ഈ ലാസ്റ്റ് പാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മെറിറ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേജ് 1 ഓൺലൈൻ എക്സാം, സ്റ്റേജ് 3 ഫൈനൽ സെലക്ഷൻ ബോർഡ് എന്നിവയിലെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മെറിറ്റ് ലിസ്റ്റ് 2026 ഡിസംബറിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ട്രെയിനിങ് 2027 ജനുവരിയിൽ ആരംഭിക്കും. അപ്പോൾ ഒന്നിലധികം ഓപ്ഷനുകൾ നൽകിയവർക്ക് ആദ്യത്തെ ഓപ്ഷനാണ് മുൻഗണന ലഭിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ നേവൽ ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ടാകും. ജനറൽ ഡ്യൂട്ടിക്ക് 44 ആഴ്ചയും ടെക്നിക്കലിന് 22 ആഴ്ചയുമായിരിക്കും പരിശീലനം. അതുപോലെ തന്നെ ശമ്പളം വരുന്നത് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിന് 7ാമത്തെ ശമ്പള കമ്മീഷൻ പ്രകാരം ലെവൽ 10 56,100 രൂപ കൂടാതെ മറ്റ് അലവൻസുകളും ലഭിക്കും. ഇത്രയുമാണ് നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപേക്ഷിക്കാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് joinindiancoastguard.cdac.in ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2025 ജൂലൈ 23. അപ്പൊ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.